നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പെസഹ അപ്പവും അതിൻ്റെ കൂട്ടത്തിൽ പാനം ചെയ്യുന്ന പെസഹ പാലിൻ്റെയും കൂടെ റെസിപ്പിയാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 50 ദിവസത്തെ നോയമ്പെടുത്ത് വളരെ ശുദ്ധിയോടും വെടിപ്പോടും കൂടി ഉണ്ടാക്കേണ്ടതാണ്. ഇതിനായിട്ട് 1/4 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് തന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2 പ്രാവശ്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതിനെ പുളിപ്പില്ലാത്ത അപ്പമെന്നാണ് പറയുന്നത്. കാര്യം ഇത് പുളിപ്പിക്കത്തില്ല. ഇത് അരച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉഴുന്ന് ഒരു 1/4 ഭാഗത്തോളം അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കുകയാണ്. ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ്. കൂടാതെ 5 ചുമന്ന ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ടോട്ടൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് മിക്സിയിലായതും കൊണ്ട് ബ്ലേഡ് സ്റ്റക്കാകാതിരിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടെ മിക്സി കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും 1 കപ്പ് തേങ്ങ ചിരണ്ടിയതുകൂടെ ചേർക്കുകയാണ്. പച്ച തേങ്ങ ആണ് ചേർക്കുന്നത്. എന്നിട്ട് ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സി ഓണാക്കുക. കാരണം ഈ തേങ്ങ അധികം അരഞ്ഞു പോകരുത്. ഇവിടെ ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഉപ്പ് ഈ മാവിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇവിടെ ഇനിയും ഈ മിക്സി ഒന്ന് നന്നായിട്ട് കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ആ മിക്സിയുടെ ബൗള് കഴുകി അതും കൂടെ ചേർക്കാം. ഒരു ഇഡലി മാവിനേക്കാൾ സ്വല്പം കൂടി നീണ്ട പരുവമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിവിടെ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കത്തില്ല. എന്നിട്ട് ഇത് ഒരു അപ്പച്ചെമ്പിൻ്റെ ആവി വരുന്ന തട്ടിലേക്ക് വെച്ച് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. സ്റ്റീമറോ ഇതുപോലെ ഇഡ്ഡലി കുക്കറോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് എണ്ണ തേച്ച് എടുക്കുക. ആവി നല്ലതായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരത്തെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ പാത്രം ഇങ്ങോട്ട് വെച്ചാലും മതി. ഞാനിവിടെ ഈ ആവി വരുന്ന പാത്രത്തിലേക്ക് പെട്ടെന്ന് ഈ അരച്ച മാവ് മുഴുവൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപ്പത്തിനുള്ള റെസിപ്പിയാണ്. അത് ഏകദേശം 5 പേർക്ക് കഴിക്കാനായിട്ട് കാണും. ഒരു 10നും 15നും ഇടയ്ക്ക് മിനിറ്റ് സമയമാണ് നമുക്കിത് നല്ല ആവി വരുന്ന അപ്പച്ചെമ്പിൽ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇവിടെ ഒരു 12 മിനിറ്റോളം നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ എന്തും കൊണ്ടേലും ഒന്ന്, അല്ലെങ്കിൽ കേക്ക് ടെസ്റ്ററോ അതും കൊണ്ടൊന്ന് കുത്തി നോക്കാം. അതേലേക്ക് പിടിക്കുന്നില്ല എങ്കിൽ ഈ പെസഹായുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചുമ്മാതെ ഒരു കുരിശ് വെച്ചതാണ്. പെസഹായുടെ അപ്പത്തിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധാരണയായിട്ട് കുരുത്തോല മുറിച്ചാണ് വെക്കുന്നത്. ഇനിയും പാല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് ഒട്ടും കട്ട കെട്ടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഒട്ടും കട്ട കാണരുത്. കട്ടയുണ്ടെങ്കിൽ നമ്മുടെ പാലിലും കട്ടയാകാനായിട്ട് ചാൻസ് ഉണ്ട്. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വലിയ ശർക്കരയുടെയാണ് ഞാൻ പാനി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം ഇതുപോലെ കുറുക്കിയെടുത്തിരിക്കുകയാണ്. ഈ ശർക്കര പാനി ഇതുപോലെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്.
1 കപ്പ് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയും ഈ രണ്ടാം പാലും ശർക്കരപ്പാനിയും കൂടെ നന്നായിട്ടൊരു തിളച്ചു വരുന്നത് വരെ വീണ്ടും ഇളക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഈ പാല് നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ടാണ് നേരത്തെ തന്നെ നമ്മൾ ചാലിച്ചു വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയുടെ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഇടവിടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരും. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ, ജീരകം, ചുക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്. ഇത് ഞാൻ 3 കൂടെ പഞ്ചസാരയിൽ പൊടിച്ചതാണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊരു ഏകദേശം ഒരു 8 മിനിറ്റോളം ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഈ പാല് നല്ല കട്ടിയുള്ള ഒരു മിശ്രിതമായിട്ട് വരും. പിന്നെ ഈ കൺസിസ്റ്റൻസിയിലും കൂടുതലും കട്ടി വേണ്ടവർക്ക് 3 ടേബിൾ സ്പൂണിന് പകരം ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൊണ്ട് മിശ്രിതം ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ കട്ടിയായിട്ട് വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് 1/2 കപ്പ് നല്ല 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കട്ടിയുള്ള സ്റ്റീൽ പാത്രമാണ്. അല്ലാത്തവർക്ക് ലോയിലിടാം. ഇവിടെ നമ്മുടെ പെസഹായുടെ പാല് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ ഭവനങ്ങളിൽ വീട്ടിലെ ഏറ്റവും മുതിർന്നയാളാണ് ഈ പെസഹ അപ്പം മുറിക്കുന്നത്. വീട്ടിലൊക്കെ പെസഹ അപ്പം മുറിക്കുമ്പോൾ ഈ ഏത് പാത്രത്തിൽ നമ്മൾ വേവിച്ചെടുത്തോ അതിൽ തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പെസഹായുടെ അപ്പം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.